ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ പുറകോട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, എൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുകൾ കൊണ്ട് തന്നെ എനിക്ക് പുതിയ കണ്ടൻറ്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്നത് എൻ്റെ വിവാഹ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ്. അത് തന്നെ ഞാൻ എൻ്റെ ഒരു കസിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ഷൂട്ട് ചെയ്ത് എടുപ്പിച്ചതാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനുവരി 21 സൺഡേ ആയിരുന്നു എൻ്റെ കല്യാണം. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പം എന്താ പറയുക, എപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോകരുത്. ഇതിപ്പം മൊബൈലിൽ വളരെ ദൂരത്ത് നിന്നിട്ടാണ് എനിക്ക് എൻ്റെ കസിൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നത്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. ജനുവരി 21 ഞായറാഴ്ച 12:15 12:30 അതായിരുന്നു നമ്മളുടെ കല്യാണത്തിൻ്റെ മുഹൂർത്ത സമയം. അത്യാവശ്യം നല്ല രീതിയിൽ ചൂടൊക്കെയുള്ള സമയമാണ്. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു ആ ഒരു ദിവസം. അതിൻ്റെ തലേ ദിവസം വരെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ കല്യാണ ദിവസം എന്താ പറ്റിയെന്ന് അറിയില്ല, രാവിലെ മുതൽ ഭയങ്കര ഓവർ ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണ ദിവസം ഞാൻ ഒട്ടും എൻജോയ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഭയങ്കര ടെൻസ്ഡായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി, ചെറുക്കൻ്റെ പെങ്ങളുടെ അവകാശമാണല്ലോ മാലയൊക്കെ കറക്റ്റ് ചെയ്ത് തരിക എന്നുള്ളത്. അപ്പോൾ ചേച്ചി അതെല്ലാം ചെയ്ത് തരികയാണ്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ എന്തായാലും ഇനി ചെറിയ ചെറിയ കുട്ടി വ്ളോഗും അതുപോലെ തന്നെ കുട്ടി കുക്കിംഗ് ക്രിയേഷനും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചെറിയ ചെറിയ ലാഗൊക്കെ ഉണ്ടാവും, എങ്കിലും മുന്നോട്ട് ഇനി റെഗുലറായിട്ട് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എന്താ പറയുക, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.